Welcome to Uzbekistan. My name is Lubo. Lovely to meeting you all, huh? Come to Bukhara. ആണ് ബുഖാറയിലുള്ള ആളുകൾ. അങ്ങനെ അവരെ ചതിയിലൂടെയാണ് ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ സാമ്രാജ്യം കീഴടക്കിയത് എന്നാണുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇതാണ്. നമസ്കാരം, ബുഹാറയിൽ നിന്നുള്ള അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ആർക്ക് ബുഹാറ. അപ്പോൾ ഇനി അങ്ങോട്ട് ആർക്ക് ബുഹാറ തൊട്ടിട്ട് ആ ഒരു ഏരിയയിലേക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ട് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നമ്മുടെ മൂപ്പരും കൂടിയാണ്. Friend is busy taking pictures. We are on a holiday, so a lot of pictures. ലൂബോ ലൂബോ Yes. ലൂബോ Yes. അപ്പോൾ ഞാനും ലൂബോയും കൂടിയാണ് ഈ ആർക്ക് ബുഹാറയും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലൂബോനെ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. മൂപ്പരാൾ ചെക്ക് റിപ്പബ്ലിക്കാണ് മൂപ്പരാളുടെ സ്വദേശം. UAE ഫ്ലൈ ദുബായിൽ വർക്ക് ചെയ്യണ ആൾ. അപ്പോൾ അടിപൊളി സൂപ്പർ മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണാം. അപ്പോൾ സമർഖണ്ഡിൻ്റെ കഴിഞ്ഞ് ബുഹാറയിൽ എത്തിയിട്ടുള്ള ബുഹാറയത്തെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ആർച്ച് കഴിഞ്ഞ് നമ്മൾ റോഡ് സൈഡിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. അവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഇനി എന്തൊക്കെയാണെന്നുള്ളത് കാണാം. നമ്മളൊരു എൻ സൈഡിൽ വന്നു, ലാസ്റ്റ് സൈഡിലേക്ക് വന്നു. സ്ഥലം ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു റിപ്പയറിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ചെറിയ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം അവിടെ ആ ഡോമിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ബുഹാറയും ക്ലീനാണ് കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ പക്ക ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബുഹാറി. ഓ, ഈ ഒരു ഡോം, അതിന് ശേഷം ബാക്കത്തെ ആ ഡോം, ഈ ഒരു വ്യൂ നോക്കി കണ്ടോ. നമ്മൾ നടന്ന് ഇങ്ങനെ ഒരു അസംബിൾ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു രണ്ട് മദ്രസാസ്, അത് പള്ളികളാണെന്ന് തോന്നുന്നു. ഫേസ് ടു ഫേസ് ഇതതിൻ്റെ കവാടാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ആ ഒരു പള്ളി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഡോം, ഒരു നമ്മുടെ നാട്ടിലത്തെ ഖുതുബ് മിനാറിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ആള്. അപ്പോൾ ആള് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നാണ്. ഹൈ ബ്രോ. So I'm vlogging small. So yeah. So it's my right now we are friends. Sir? What's your name, sir? Lobo. Lobo. You from Czech Republic? Yes. Czech Republic നമുക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. കാരണം ചെൽസി ഗോൾ കീപ്പർ ആയിട്ടുള്ള പീറ്റർ ചെക്കിൻ്റെ നാടാണ്. കാരണം ചെൽസി നമ്മുടെ ഫേവറേറ്റ് ടീമാണ്, ഫുട്ബോൾ ക്ലബ്ബ്. നമ്മൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്ന ഈ ഒരു പള്ളിയിലേക്ക് കയറാൻ പൈസ ഉണ്ട് കേട്ടോ. 15,000, അതായത് 15,000 സോമാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ലേഡീസ് തല കവർ ചെയ്യണം. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ യാത്ര ചെയ്യണത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ. ഞാനും അദ്ദേഹം കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത്. ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 150ഓളം കൺട്രീസ് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ആൾ. അപ്പോൾ നിങ്ങളിൻ്റെ പുറകിലൊക്കെ കാണുന്നുണ്ടല്ലേ, നമ്മളെ കുത്തുബ് മിനാറിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു വലിയ ഒരു മിനാരം കാണാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ, നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. യെസ് ബ്രോ. Hello. Saying hi to everyone from your blog. How are you, sir? My name is Lubo. Lovely to meeting you all, huh? Come to Bukhara. So tell me yourself, what are you doing, like your job? I'm not doing anything. I'm just on the vacation. I think he's visited 150 countries right now. No. I visited only 95 countries so far. This is the country number 96. 96. So but my plan is to visit at least 150. Okay, got it.
അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് കിട്ടിയ നമ്മുടെ ഫ്രണ്ടാണ്. സോ glad to meet you, sir. Pleasure to meeting you as well, okay? So when you have to plan visit Kerala, you must come. Yes. I'm waiting for you. One I day come you will for the come. butter chicken. Butter And chicken? Butter chicken and kolhapuri. Kolhapuri. I heard that you have a good kolhapuri there. Yeah, it's in North India. So you. It's North India. Yeah, it's North India. Okay, sorry. It's okay, no problem. In Kerala is different one. What do you have in national one? We have normal chore, rice, and some vegetables. Some like that. Okay. So you can try it. I will try paratha. Paratha, yeah, it's okay. And if you have any plan to visit Kerala, you will inform me. So, Pakka. നമ്മൾ ബുഹാറത്തെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്താലും നമുക്ക് ഏറ്റവും ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ആർക്ക് ബുഹാറ എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു ചെറിയ ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പുറത്ത് ഒരു ആർക്ക് ബുഹാറ, ഒരു കോട്ടമതിലൊക്കെ പോലത്തെ വലിയ ഒരു കോട്ട പോലെ, ഇതിൻ്റെ ചുറ്റും ഒരു ചുറ്റുമതിൽ പോലെയാണ് ഈ ഒരു ആർക്ക് ബുഹാറ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് നടക്കാം. ഒരു വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകണം. Well, your check also in future after 6 years, 7 years, it's okay, no problem. I wish to travel as well. I go at home once a year. Yeah. So I wish to travel there as well. And I don't want to go there because I know already. Now it's too cold. അപ്പോൾ മൂപ്പരാളൊരു ഗോൾ കീപ്പറും കൂടിയാണ് കേട്ടോ. ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്ന ഗോൾ കീപ്പർ. ഐ ആം സെയിങ് യു ആർ എ ഗോൾ കീപ്പർ ഓൾസോ. Goalkeeper and goalkeeper coach as well. Coach as well, yeah. So മൂപ്പരാൾ ബ്രസീൽ അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. 96 കൺട്രീസ് ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യാത്ര ചെയ്യണം തന്നെ ആഗ്രഹം. അപ്പോൾ നമ്മൾ സംസാരിച്ച് നല്ല ഫ്രണ്ടായിട്ടാണ്. അപ്പോൾ നമ്മളെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ സെറ്റാണ്. ഇതാണ് ആർക്ക് ബുഹാർ കേട്ടോ. നമുക്ക് ഇത് ഒരു ബുഹാർ ഒരു ആർക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അത് തൊടുമ്പുള്ളത് എന്താണെന്നുള്ളത് ഒരു ഏരിയ നോക്കി. ഓ സെറ്റ്, ബ്യൂട്ടിഫുൾ. ഒരു ഏരിയയുടെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ മാതിരത്തെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. നമുക്ക് ടിക്കറ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു ബുഹാറ ആർക്കുള്ള ടിക്കറ്റാണ് ഇവിടെ എടുക്കേണ്ടത്. അസ്സലാമു അലൈക്കും. Yes. Can I pay also by card? Please. Thank you. हिंदुस्तान है. नमस्ते. नमस्ते. How much ticket? 40,000. അപ്പോൾ നമ്പറാണിത്. 40,000 സോങ്, ഏകദേശം ഇന്ത്യൻ മണി എത്രയെന്നുള്ളത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് 50,000 സോമാണ്, ഉസ്ബെക്കി സോം. ഇത് 10,000 സോമാണ്. അപ്പോൾ ബുഹാറ ആർക്ക് കാണാം. അപ്പോൾ നമ്മൾ ബുഹാറ ആർക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. 40,000 സോമാണ് ടിക്കറ്റ് വന്നത്. ഇവിടെ പല സ്ഥലത്തും ടിക്കറ്റ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബുഹാറ ആർക്ക്. നമുക്ക് ബുഹാറ ആർക്കിലേക്ക് പോകുന്നൊരു ഏരിയയിൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എനിക്ക് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലോബോനെ കിട്ടി. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത്. അപ്പോൾ ഇതാണ് ഈ ഒരു കാഴ്ച. ഇത് ഭംഗിയാണല്ലേ കാണാൻ.
അപ്പോൾ ലോബോ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബുഹാറ ആർക്കിൻ്റെ ഓരോ ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. ഇതാണ് ഈ ഒരു ഹിസ്റ്ററി. ബുഹാറ അതുപോലെ തന്നെ സമർഖണ്ഡൊക്കെ ഈ മംഗോളിയൻ ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ചെങ്കീസ് ഖാനും കാര്യങ്ങളൊക്കെ ഈ ഒരു പടയോട്ടം നടത്തുന്ന കാലത്ത് പോലും ഈ ഒരു ബുഹാറ പടയോട്ടം നടത്താൻ വേണ്ടിയിട്ട് ചെങ്കീസ് ഖാന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു ജനവിഭാഗമാണ് ബുഹാറയിലുള്ള ആളുകൾ. അങ്ങനെ അവരെ ചതിയിലൂടെയാണ് ചെങ്കീസ് ഖാൻ്റെ മംഗോളിയൻ സാമ്രാജ്യം കീഴടക്കിയത് എന്നാണുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇതാണ് ഈ ഒരു ഏരിയ കേട്ടോ. എന്തു ഭംഗിയാ നോക്കി. ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓ ബ്യൂട്ടിഫുൾ. ഉസ്ബെക്കിസ്ഥാൻ്റെ ചരിത്രം വളരെ മനോഹരമായിട്ടുള്ള ചരിത്രമാണ് കേട്ടോ. പണ്ടത്തെ സിൽക്ക് റൂട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മംഗോളിയൻ സാമ്രാജ്യത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു ജനതയായിരുന്നു ഉസ്ബെക്കിലെ ബുഹാറ പീപ്പിൾ. അങ്ങനെ അവസാനം അവരെ ചതിച്ച് കീഴ്പ്പെടുത്തിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇപ്പോൾ ബുഹാറ ആർക്കിൽ നമ്മൾ കയറിയിട്ട് ഒരു ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ കാണുന്നത്. വളരെ അതിമനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിങ്സൊക്കെയാണ് നമുക്ക് ബുഹാറയിൽ കാണാൻ പറ്റുക. സമർഖണ്ഡിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് ബുഹാറ അതിൻ്റെ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ബുഹാറയിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ നേരെ മുന്നിൽ കാണുന്ന ഇതാണ് ബുഹാറ ടവർ. അതിൻ്റെ അപ്പുറത്തിൽ തന്നെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ബോലോ ഹൗസ് മോസ്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഏരിയയിലും ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ഓരോ സുവനീറും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഉസ്ബെക്കി ട്രഡീഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാനും ലോബോയും കൂടി ഇതെല്ലാം കണ്ട് നടക്കുകയാണ് കേട്ടോ. ലോബോ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ലോബോ പറഞ്ഞു തന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് ഈ ഒരു കോട്ടയുടെ ഇതാണ് കോട്ടയുടെ പുറത്തേക്കുള്ള വ്യൂ ഈ കാണുന്നതാണ് കേട്ടോ. നോക്കി നോക്കി എന്ത് ഭംഗിയാണല്ലേ. ഇതാണ് കോട്ട. ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഈ ഒരു ഉസ്ബെക്ക് ജനത ബുഹാറയിൽ വെച്ചിട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്കിതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്ത് രസമാണ് നോക്കൂ. ഈ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ബുഹാറ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഈ ഒരു ബുഹാറ ആർക്കിൻ്റെ അടുത്തൊരു ഏരിയ ആയിട്ട് നമുക്ക് പോവാം. അതിൻ്റെ ഉള്ളിലുള്ളൊരു മ്യൂസിയമാണ് കേട്ടോ. 300 years ago. Very good. What's that? Padlock. Ah, okay. Padlock. For horse, I think. Those padlocks for the gate. To close the Close gate. the gate. Yeah. Same like Vikings.
20, early 20th century. ഔട്ട്ഫിറ്റ് ഓഫ് ദ ബുഹാറ ഒഫീഷ്യൽ, അതായത് ബുഹാറ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ഔട്ട്ഫിറ്റാണ് ഈ ഒരു 20th സെഞ്ച്വറിത്തെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ബുഹാറയുടെ ഒരു ഹിസ്റ്ററി. നമ്മുടെ പടച്ചട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതാണ് അവരുടെ ഒരിത്. കാരണം വൈക്കിങ്സിലൊക്കെ ഉള്ള മാതിരത്തെ ഒരു ഡ്രസ്സിങ് നമുക്ക് തോന്നും. അതിന് നമുക്ക് ഇത് പുറത്ത് കിടക്കാം. ഞാനും ലോബ് വളരെ ഫ്രണ്ട്ലിയുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഒരു ആർട്ട് ഗാലറി വരുന്നത്. ഇതാണ് രസമാണല്ലോ ഇവർ അറേഞ്ച് ചെയ്ത രീതിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലാണ് ഇവർ ഓരോ നൈസായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ പിക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊരു മാപ്പ് ടൈപ്പിലുള്ള ഒരു ഏരിയ ആണ് കാണുന്നത്. നമുക്ക് ട്രഡീഷണലി ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണിത്. അപ്പോൾ നമ്മുടെ കിങ്ങിൻ്റെ സിംഹാസനാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു LED ഒരു ബുഹാറ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാജകുടുംബം അല്ലെങ്കിൽ ഇവരുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ വുഡ് നോക്കി ഇപ്പോഴും ആ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇതിൻ്റെ വുഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ഇതാണ് ആർക്കോ കണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു എക്സിറ്റിലൂടെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഇട്ടത്. ഇതിനൊക്കെ എന്തൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അത് കാലക്രമേണ അതൊക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ഒരു ബുഹാറ ഹാർക്കും ഈ ഒരു ഓൾഡ് ബുഹാറ ഒക്കെ കേട്ടോ. നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് കൂടുതലും ബുഹാറയിലുള്ളൂ. പിന്നെ ഏറെക്കുറെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം ആയിട്ട് തോന്നും സമർഖണ്ഡിൽ. എന്നാൽ ബുഹാറ അത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു ഏരിയ നോക്കൂ, നമുക്ക് ബുഹാറ ടൗണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ നടക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. എന്ത് രസമാണില്ലേ. ഇവിടൊക്കെ ഈ ഒരു നിർമ്മിതികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാലക്രമേണ അത് നശിച്ചു പോയതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ട്. എന്താല്ലേ, ആ ഒരു ഏരിയാസും അവർ നല്ല ക്ലീനാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ ഓൾറെഡി ഈ ഒരു ബുഹാറ ഹാർക്കിൻ്റെ ഓരോരോ പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ ഒരു ഏരിയ ഇങ്ങനെയായിട്ട് കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നിങ്ങൾ കാണുന്ന പുറ്റുകളൊക്കെ അല്ലേ, അതൊക്കെ ഓരോ കോട്ടമതിരി അതുപോലെ തന്നെ ഓരോരോ അറകളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് വരികയാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സാധനമല്ലേ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന കുത്തുബ് മിനാർ എന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ ഉണ്ട് അതിന് ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണുന്ന വ്യൂ ഈ ഒരു സൈഡിൽ നമുക്ക് ബുഹാറ ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ വന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഏരിയ, ഇവിടെ നിന്നുള്ള കാഴ്ച സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു നമ്മൾ കവർ ചെയ്ത് വന്ന എല്ലാ
ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും ബുഹാറ. ഓ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് റൗണ്ട് ഹോട്ടലാണ് സാർ. അപ്പോൾ നമ്മളെ ലോബോ നമ്മളോട് ബൈ ബൈ പറയാണ്. ലോബോ ഓൾറെഡി യാൻഡെക്സ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി മിനിറ്റ്സ് ഇസ് ടേക്കിംഗ്? 4 minutes. 4 minutes. So maybe he will be here, I think. ഇതാണ് ബുഹാറ ഓൾഡ് സിറ്റി. അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഒരു ഏരിയക്കാണ്. ഐ ആം ഗോയിങ് ദർ. മൈ റൂം ഈസ് ദർ. Yeah? No, I'm staying. Are you going? Yeah. Okay. 4 minutes, like Shower Lake. I don't know where this guy is because it looks like he's... Taxi. Oh, I'm here. 8, 9, 8 Should I go? No, here, come here, I think. Around 3 minutes. Ah, yeah, okay. So I will see him arriving in 3 minutes. No, it's okay. Thank you. ഫൈനലി ലോബോ നമ്മോട് ബൈ പറയാണ്. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ. Thank you so much. It was a pleasure. പ്ലഷർ ബി മൈൻ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ലോബോനെ കിട്ടിയത്. അപ്പോൾ ലോബോൻ്റെ യാൻഡെക്സ് Now I ടാക്സി. don't need to eat for 1 week. We ate too much. സോ നമ്മൾ ലോബോനോട് ഇവിടെ പറയാണ് ഗൈസ്. നമ്മളോട് ബൈ ബൈ പറയാൻ. Have a good one. Enjoy the rest of the trip and maybe Almaty. Okay, we will meet in future. Definitely. Send me a message, okay? Okay. Maybe in Almaty. I will be there next week. You come to India, Kerala, okay? I will. Ciao. പക്ക. Yeah. അപ്പോൾ ഇതാണ് നമ്മുടെ Ciao. See ya. Hello, boss. നമ്മുടെ ലോഗോ നമ്മളോട് എന്താ പറയുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ അക്കോമഡേഷനിൽ പോയിട്ട് നമ്മുടെ ഫോണും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ നമ്മളെ കണ്ട സുഹൃത്തുക്കളുണ്ടല്ലോ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാം. കാരണം എനിക്ക് നാളെ രാവിലെ ആണ് ബുഹാറയിൽ നിന്ന് കിവേക്ക് ട്രെയിന്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.